ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളതാണ്. ഹൗ ദേ വാല്യൂ, ഇതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയം തൊട്ട് നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഈ ഒരു റീഡിങ്ങിൽ വരുന്ന സിറ്റുവേഷൻസ്, ക്ലൂസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. അതുപോലെ തന്നെ റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക, വിട്ടേക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? 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 സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? കിങ് ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, മേ ബി ഈ ഒരു സമയത്ത് നിങ്ങളൊരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോ ഒക്കെ ആയിരിക്കാം. ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് തന്നെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളൊരു പെർഫെക്റ്റ് പാർട്ട്ണർ ആണ് എന്ന് അവർ ചിന്തിക്കുകയാണ്. അപ്പോൾ അതായത് അവർക്കായിട്ട് ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് പോലും അവർ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇത്. ലൈഫിൽ അവർക്ക് നിങ്ങളുടെ അരികിൽ എത്തിച്ചേരാൻ കഴിയാത്തതായിട്ടുള്ള ഒട്ടനവധി തടസ്സങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എങ്കിലും ആ ഒരു തടസ്സങ്ങളിൽ പോലും ഒരു പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് അവരും നിങ്ങളും വെയിറ്റ് ചെയ്യുന്നതായിട്ട് അവരാണ് കൂടുതലായിട്ട് ഒരു പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇത് ജസ്റ്റ് നഷ്ടപ്പെട്ടു പോയോ എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അവർ ഒത്തിരി വെയിറ്റ് ചെയ്യുന്നുണ്ട്, വളരെ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ വ്യക്തി അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരാൻ അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടാകാനായിട്ട് എപ്പോഴും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫ് ലോങ് ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് നൽകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. മീൻസ് ഇതിലൊരു ടോട്ടൽ എനർജി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്, ഈ വ്യക്തി എപ്പോഴും നിങ്ങളുടെ അരികില് അല്ലെങ്കിൽ നിങ്ങളുടെ സാമീപ്യം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുമായിട്ടൊന്ന് കൈകോർത്ത് പിടിച്ച് ലൈഫിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അത്രയും ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിതെന്നും അതുപോലെ തന്നെ ആ ഒരു സ്നേഹബന്ധം ഒക്കെ ഈ വ്യക്തി, നിങ്ങളുടെ ഒരു സ്നേഹവും ഒക്കെ ഈ വ്യക്തി കാണുന്നത് അത്രയും ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒന്നായിട്ട് തന്നെയാണ്. ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ അവർക്ക് കഴിയുന്നില്ല. പല പ്രാവശ്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ഈ വ്യക്തി തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോഴൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്, ഒരിക്കലും നിങ്ങളെ വിട്ടു പിരിയാൻ ആ വ്യക്തിക്ക് കഴിയില്ല. നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ മറ്റൊരു വ്യക്തിയെ അവർക്ക് ആ രീതിയിൽ കാണാൻ പോലും കഴിയില്ല, സങ്കല്പിക്കാൻ പോലും ആ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ട് അവർ നിങ്ങളെ അവരുടെ ഹൃദയത്തിൽ ആ ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ അവർക്ക് നിങ്ങളോടുള്ള വികാരങ്ങൾ അത്രയും ഒരു സ്ട്രോങ് ആണെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. മേ ബി നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഒരു ഈഗോ ഒക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേഷനിലായിട്ടുള്ളത് ഈ ഒരു കാരണം കൊണ്ടാണെന്നും കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹമൊന്നും ആ വ്യക്തിക്ക് നൽകാനായിട്ട് കഴിയുന്നില്ല. ആ വ്യക്തിക്ക് ആ ഒരു ക്യാരക്ടറാണ്, അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്.
പലപ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലാകുന്നുണ്ടായിരിക്കില്ല. ആ വ്യക്തിയുടെ സ്വഭാവം ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന രീതിയിലുള്ളതായിരിക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് ശാന്തമാകുന്നു ഉണ്ടായിരിക്കാം. എപ്പോഴും അവരുടെ ഒരു ക്യാരക്ടർ കൊണ്ട് നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാനായിട്ട് കഴിയാത്തത് പോലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരോട് അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തോടുള്ള ഒക്കെ ഒരു ഡൗട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഈ വ്യക്തിക്ക് അവരുടെ ഓരോ ദിവസവും നിങ്ങളില്ലാതെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്രയും ഒരു ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവര് നിങ്ങളെ അത്രയും മിസ് ചെയ്യുന്നുണ്ട്. മേ ബി ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണ് അവരുടെ ആ ഒരു സ്നേഹത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന്റെ ആ ഒരു ആഴം എത്ര മാത്രമാണെന്ന്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് നിങ്ങൾക്കായിട്ടുള്ള ആ ഒരു ഇത്രയും ഒരു ആഴത്തിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തി റിയലൈസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഫീലിങ്സ് ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ടാകാം. അതായത് ഈ വ്യക്തി ഇല്ല, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് വളരെ കുറവാണ് എങ്കിൽ പോലും ഈ വ്യക്തി എപ്പോഴും നിങ്ങളുടെ അരികിൽ ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അവരെ സ്വപ്നത്തിൽ കാണാറുണ്ടാകാം. ഇതൊക്കെ ഈ വ്യക്തിയുമായുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു തീവ്രതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എപ്പോഴൊക്കെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ആ ഒരു സമയത്തെല്ലാം നിങ്ങൾക്കും ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകുന്നു. പലപ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് പല രീതിയിലായിരിക്കാം പലർക്കും ലഭിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഒരു കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഒരുപാട് തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ ഉണ്ട്. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം മാജിക്കലായിട്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എല്ലാം എൻഡ് ആകുന്നു എന്ന് കാണുന്നത്. നമുക്കിത് മജീഷ്യൻ കാർഡ് ഇട്ടിട്ടുണ്ട്. ഡയറക്റ്റ്ലി നമുക്കത് പറയാനായിട്ട് സാധിക്കും. മാജിക്കലായിട്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എല്ലാം എൻഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ വ്യക്തി ആയിട്ട് തന്നെ എടുക്കുന്ന ഒരു സ്ട്രോങ് ഡിസിഷൻ തന്നെ ഇപ്പോഴുള്ള ഈ ഒരു നെഗറ്റീവ് സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെയധികം ഈ വ്യക്തി ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ട്. ഈ ഒരു വേർപാടിന്റെ വേദന എന്ന് പറയുന്നത് പോലെ വേദന, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ഹൃദയം 3 വാള് കുത്തി കയറുന്ന നമുക്ക് കാണാനായിട്ട് വരും. അപ്പൊ ഹൃദയം കീറി മുറിക്കുന്ന തരത്തിലുള്ള ഒരു വേദന ഒക്കെ ഈ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. മേ ബി അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം ഇപ്പൊ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പേരിൽ അവർക്ക് ഒരുപാട് സ്വയം അവരിങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവർ തന്നെ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണ് എന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവര് കാരണം നിങ്ങൾ ഒരുപാട് വേദനിച്ചു, നിങ്ങളെ അവഗണിച്ചുകൊണ്ട് നിങ്ങളെ ഒരുപാട് തരത്തിൽ അവർ വേദനിപ്പിച്ചു എന്നും ഒക്കെ ഈ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ശരിയായിട്ടൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. അത്രയും അവർ നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്, അല്ലെ കരയുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുമുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ട അവസ്ഥയിലുള്ള ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. പക്ഷെ ബേസിക്കലി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അവർ ഭയങ്കര നൈസായിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നതായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ആ ഒരു രീതിയിലായിരിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് ഫീൽ ആകുന്നത് ടോട്ടലി അവർ ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന രീതിയിലാണ്. അതായത് അല്ലെങ്കിൽ അവർ ആ ഒരു അവസ്ഥയിലാണ്. അതായത് അവർക്ക് മുന്നോട്ട് പോകാനോ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനോ അവരുടെ ഒരു സ്റ്റഡീസോ അല്ലെങ്കിൽ കരിയറോ ഒന്നും ഫോക്കസ് ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല. എപ്പോഴും നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുന്ന നിമിഷങ്ങളെ ഓർത്ത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന ഒരു പാസ്റ്റിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുകയാണ്. കാരണം ആ ഒരു സിറ്റുവേഷൻസ് ഇനിയും അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുകയാണ്. ഒരുപാട് ഫീലിങ്സ് ആണ് ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നത്. അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഈ സെപ്പറേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഈ വ്യക്തി ഏതൊരു സമയത്തും നിങ്ങളുടെ അരികിൽ വരാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അവരെ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിലാണ്. എല്ലാ കാര്യങ്ങളും എൻഡായി പോയി എന്ന് തോന്നുന്ന നിമിഷത്തിലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. അപ്പോൾ ഈ റീഡിങ്ങിൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഡയറക്റ്റ് നിങ്ങൾക്ക് തരാനുള്ള ഒരു മെസ്സേജസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. എന്ത് മെസ്സേജസ് ഒക്കെയാണ് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ഉള്ളതെന്ന് നമുക്ക് ചാടിയൊന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ 2 കാർഡുകൾ നമുക്ക് നമ്മൾ വയ്ക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, ദ ഡേ ഐ മെറ്റ് യു മൈ ലൈഫ് ചേഞ്ച്. എന്നാണോ ഞാൻ നിന്നെ കണ്ടുമുട്ടിയത് ആ ഒരു ദിവസം മുതൽ എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്നാണ് അവർ പറയുന്നത്.
സെക്കൻഡ് മെസ്സേജ്, ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. ഞാൻ ഒരിക്കലും എൻ്റെ പ്രോബ്ലംസ് എന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു സമയത്ത് അവർ പറയുകയാണ്. തേർഡ് മെസ്സേജ്, യു ടച്ച്ഡ് മൈ ഹാർട്ട്. അവരുടെ ഹൃദയത്തെ തൊട്ട ഒരാളാണ് നിങ്ങളെന്ന് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുകയാണ്. ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. എനിക്ക് നിന്നോട് ഒത്തിരി ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അതെല്ലാം ഞാൻ മറച്ചു പിടിച്ചിരിക്കുകയാണ് എന്നാണ് ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത്. ഐ ഹോപ്പ് യു വിൽ ഫോർഗീവ് മീ സൂൺ. അപ്പോൾ അവരെന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നാണ് ഒരു മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്, നമ്മൾ ഓൾറെഡി റീഡിങ്ങിൽ കണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് വളരെ റിലേറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നോട് നീ ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുകയാണ്. ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. യെസ്, അവർക്ക് വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത് തന്നെയാണ് പറയുന്നത്. അവർക്ക് ഒത്തിരി വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. അവരതെല്ലാം പുഞ്ചിരിയുടെ മറവിൽ മറച്ചു പിടിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ. ഞാൻ എപ്പോഴും നിന്നെ മിസ് ചെയ്യുകയാണ് ഒത്തിരി എന്നവർ പറയുകയാണ്. ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ. ഒരു സമയത്ത് നീ എൻ്റെ അരികിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐ മിസ് യു, ഐ മിസ് യു, ഐ മിസ് യു. ഓക്കെ, ഈ റീഡിങ്ങിൽ കൂടുതലും നമുക്ക് മിസ് ഫീലിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് വീണ്ടും ഈ ഒരു മെസ്സേജസിലൂടെ നമുക്ക് കിട്ടുന്നത്. നമ്മൾ റീഡിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും മെസ്സേജിലൂടെ ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂ എന്ന് പറഞ്ഞാൽ 1990 എന്ന് പറയുന്ന ഒരു വർഷമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 7 days ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 1997 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ വർക്കർ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സോഷ്യൽ വർക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ചെയ്യാനൊക്കെ ഒത്തിരി താല്പര്യം, ആളുകളെ സഹായിക്കാനൊക്കെ ഒത്തിരി താല്പര്യമുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ഇടുക്കി ഡിസ്ട്രിക്റ്റ്, ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ ഇടുക്കി ജില്ലയ്ക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. എബ്രോഡ്, നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ എബ്രോഡുള്ള ആളുകളായിരിക്കാം, അതുമല്ലെങ്കിൽ ഇനി എബ്രോഡ് പോകാനായിട്ടൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം. 1984 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 1988, 2 months എന്ന് പറയുന്ന വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ടുമോറോ, വീണ്ടും ഒരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. 48 hours, വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ടുഡേ, യെസ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളിലേക്ക് ഉടനെ തന്നെ എത്തും, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ഡയറക്റ്റ് കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒക്കെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് നമുക്ക് ഇത്രയും പോസിബിലിറ്റീസ് ആണ് കിട്ടിയിരിക്കുന്നത്. വളരെ പോസിറ്റീവായ ക്ലൂസ് ആണ് വരുന്നത്. 28 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. മ്യൂസിക്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മ്യൂസിക് വഴി പരിചയപ്പെട്ടവരോ അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുകയാണ്. ജൂലൈ മന്ത് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതൊരു പോസിബിലിറ്റിയാണ്, ജൂലൈ മന്ത്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ്പെക്ട് മിറാക്കിൾസ് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു അത്ഭുതം പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. 1999 എന്ന് പറയുന്നത് 222 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഏഞ്ചൽ നമ്പറാണ് 222. 2002 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വീണ്ടും നമുക്ക് ഒരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. ടുഡേ നമുക്ക് ആദ്യം ഒന്ന് കിട്ടിയ പോസിബിലിറ്റിയാണ്, വീണ്ടും പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. ഗോൾഡൻ കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഗോൾഡൻ കളറൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാണ് എന്ന് വിചാരിക്കുന്നു. അതുപോലെ ലെറ്റർ കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ വി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ടുമോറോ, വീണ്ടും നമുക്ക് ടുമോറോ കിട്ടിയിട്ടുണ്ട് പോസിബിലിറ്റി. പെയിന്റിങ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ പെയിന്റിങ് ജോലികളൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ആർട്ട്പരമായിട്ടൊക്കെ പെയിന്റിങ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ വയനാട് ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വയനാട് ജില്ലയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഒത്തിരി പോസിബിലിറ്റീസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻഡായി പോയി എന്നോർത്ത് വിഷമിച്ചിരിക്കുന്നവരോടൊക്കെ ആയിട്ട് ഒരു ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. എക്സ്പെക്ട് മിറാക്കിൾ പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ റെസിനേറ്റ് ചെയ്യുന്നുണ്ട്, ഈ റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.